കഴിഞ്ഞ ദിവസം മുണ്ടക്കയിൽ നടന്ന ആ ഒരു ഇൻസിഡന്റും അതിനുണ്ടായ ഒരു സംഭവ വികാസങ്ങളും എല്ലാം നമുക്കറിയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവിടെ പോയി അവരുടെ ബാധിതരുടെ നേരിട്ട് പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെയുണ്ട്, ഒറ്റപ്പെട്ടവരുടെ കൂടെയുണ്ട്. ആരും തന്നെ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവർക്ക് ഒരു വിശ്വാസം കൊടുത്തിട്ട് ഇപ്പൊ നിലവിൽ പ്രധാനമന്ത്രി പോയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ നിലനിർത്തട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇപ്പൊ എല്ലാം പറഞ്ഞു പോയിട്ട് പിന്നെ അവരെ ഈ ഒരു ഇതിന്റെ ചൂട് കഴിയുമ്പോൾ കറുവേപ്പിലിന്റെ രാഗത്തോടെ നുള്ളിക്കളയരുത് എന്നുള്ളതിന്റെ പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ പറയാൻ വന്ന പ്രധാനമന്ത്രിനെ കുറിച്ചല്ല. ആ ഒരു ഇൻസിഡന്റില് നമ്മുടെ മോഹൻലാൽ സർ, മേജർ രവി, ഇവര് ബറ്റാലിയനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്നതിനെ സംബന്ധിച്ച് യൂണിഫോം ഇട്ട് വന്നു, പട്ടിഷോയാണ്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുറെ പേര് നിലവിൽ കമന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ നെഗറ്റീവ് ഓടികൾ മൊത്തം നെഗറ്റീവ് ഇട്ട് അങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാലോ, ലഫ്റ്റനന്റ് കേണൽ നമ്മുടെ ലാലേട്ടൻ എന്തുകൊണ്ടാണ് പുള്ളിക്ക് ആ പദവി കൊടുത്തത്? ചെറുപ്പക്കാരന്റെ അടുത്ത് ആർമിയിലോട്ട് വരാനുള്ള ഒരു പ്രോത്സാഹനം പുള്ളിന്റെ ഒരു പ്രവർത്തി കണ്ടിട്ട് ഇത് കണ്ടിട്ട് ആർമിയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു പദവി എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ആ ഒരു പദവി, ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്നത്. പക്ഷെ ആർമിയിലോട്ട് കുറച്ച് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കുക എന്ന് വെച്ചാൽ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ അങ്ങനെയാണ്. കാരണം അത് നമ്മുടെ MS ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെയുള്ള കുറെ നിരവധി ആൾക്കാർക്ക് ആ ഒരു പദവി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ ഒരു ബ്രാൻഡ് അംബാസഡർ. അപ്പൊ നമ്മള് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അത് ഒരു പരസ്യം ചെയ്യുന്ന ഒരാളുണ്ടാവില്ല, അങ്ങനെയുള്ളൊരു ഇത്. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിലോട്ട് ലാലേട്ടൻ ചെന്ന് അവരുടെ ഔദ്യോഗിക ബഹുമതികളോടെ ആ യൂണിഫോം ഇട്ട് പുള്ളിക്കാരൻ അവിടേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവര് രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു ഊർജം ഇതെല്ലാം കൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ദൗത്യത്തിലോട്ട് അങ്ങോട്ട് യൂണിഫോമിലിട്ട് പോയത്. ആ പോയതിന്റെ പശ്ചാത്തലത്തിൽ ഇതൊരു പട്ടി ഷോ ആയി. അവിടെ പോയി പുള്ളിക്കാരൻ അത് കണ്ടു. അപ്പൊ പുള്ളിന്റെ ഒരു വിശ്വശാന്തി ഫൗണ്ടേഷന്റെ 3 കോടി രൂപ കൊടുക്കാന്ന് വരെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെകുത്താൻ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു ആർമിക്കാരനെ, ലഫ്റ്റനന്റ് കേണലിനെ അധിക്ഷേപിച്ചു എന്നുള്ള ലെവലിൽ ഇപ്പോ ചെകുത്താൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആ കേസെടുത്തതിന്റെ ആ ഒരു ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് പുനരധിവാസത്തിന് 3 കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം. നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ്. കണ്ടില്ലേ? അപ്പൊ അതാണ് ന്യൂസ്. ആ ന്യൂസില് മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ സിദ്ദിഖ്, അമ്മയുടെ സിദ്ദിഖ്, നമ്മുടെ സിനിമ നടൻ സിദ്ദിഖാണ് നിലവിൽ ഇതേപോലുള്ള പരാതി കൊടുത്തത്. അതിന് നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ നടപടിയെടുത്തത്. ഇതിപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അവരുടെ കമാൻഡോ സെക്ഷനിൽ പോയിട്ട് അവിടെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്താ അറിയില്ല, ഇനിയിപ്പോ ഇതിന്റെ കേസിന്റെ മുന്നോട്ട് പോകുന്ന രീതിയൊക്കെ ഇനിയിപ്പോ കോംപ്ലിക്കേറ്റഡ് ആവുമോ എന്നുള്ളത്. കാരണം ചെകുത്താനെതിരെ എന്തിനു നേരിടും, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. ലാലേട്ടൻ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, എന്നെ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ആർമിക്കാരനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിലാണ് പുള്ളിക്കൊരു സങ്കടവും ഇതെല്ലാം ഉള്ളത്. അപ്പോ ചെകുത്താൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വെക്കാം. അതും അറിയത്തില്ല, എന്തോ കണ്ടാലും ആൾക്കാർ മരിക്കാനുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ചാവാനുണ്ട്. ഇപ്പൊ ഈ മുല്ലപ്പെരിയാർ വെച്ചോണ്ടിരിപ്പുണ്ടല്ലോ, പട്ടാളത്തിനോടൊന്ന് നോക്കാൻ പറയാവോ? എന്റെ പട്ടാളമേ, ഞങ്ങൾ ഇവിടെ ചാവാൻ പോവാ, നിങ്ങൾ ഇങ്ങനെ അവസാനം വന്നിട്ട് ഹെലികോപ്റ്റർ പറന്നിറങ്ങി ഇമാതിരി ഷോ ഒക്കെ കാണിക്കുന്ന ആവശ്യമുണ്ടോ? അതിന് മുമ്പ് മുല്ലപ്പെരിയാറിലൊന്ന് പോയി പട്ടാളക്കാരൊന്ന് നോക്കാവോ എന്തെങ്കിലും ഒന്ന്. ഇവിടത്തെ മണ്ണാളെ കൊണ്ട് നടക്കത്തൊന്നുമില്ല. ഇവന്മാര് പൊട്ടന്മാര്, ഒറിജിനൽ പൊട്ടന്മാര് കേട്ടോ. ഈ നമ്മള് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പൊട്ടന്മാരല്ല, ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ പൊട്ടന്മാരാണ് ഇവിടെ ഉള്ളവന്മാര്. ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ എന്തിനാ നീ പിടിച്ചോണ്ടിരിക്കുക? എനിക്ക് ഇവർ ഈ കമ്പ്യൂട്ടറിലൊക്കെ വല്ല എന്താ പറഞ്ഞ പാട്ടും വല്ല യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കുവാണോടെ? അല്ല, അറിയാൻ മേലാണ്ട് ചോദിക്കുക. നിങ്ങൾ ഈ മുന്നിൽ വെച്ചേക്കുന്ന സിസ്റ്റത്തിനകത്ത് ഇവരെന്തോ കണ്ടോണ്ടിരിക്കുന്നത് നോക്കി ഈ സമയത്ത്. അവൻ വല്ല സിനിമ വല്ലതും കാണുമായിരിക്കും, മോഹൻലാലിന്റെ വല്ലതും. ആർക്കറിയാൻ വല്ല പുലിമുരുവനെ കണ്ടോണ്ടിരിക്കുവായിരുന്നോന്ന്? ബുദ്ധി മരവിച്ച് കാണും അങ്ങനെ.
പൊട്ടന്റെ ഒക്കെ സിനിമയും കാണും. ആ പൊട്ടന്മാര് വരുമ്പോ വായും പൊളിച്ച് അവിടെ കിടന്ന് തുള്ളിച്ചാടുക പട്ടാളക്കാരൊക്കെ കൂടെ കൂടി. അതോ എന്തുതരം പട്ടാളക്കാരാണോ എന്തോ. മോഹൻലാലിനെ കാണുമ്പോൾ ആവേശം കൊള്ളാൻ ഉള്ള പട്ടാളം നാണക്കേടാ കേട്ടോ. മോഹൻലാലിന്റെ പട്ടാളത്തെ കാണുമ്പോൾ ആവേശം വരേണ്ടത്, അല്ലാതെ പട്ടാളക്കാർക്ക് മോഹൻലാലിനെ കാണുമ്പോഴല്ല. ഇവനൊക്കെ എവിടെ നിന്ന് വന്നവനാണോ അവിടെ നിന്ന് സെൽഫിയും കൂത്ത്. പിന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തില് പട്ടാളം അല്ല എത്തി നോക്കേണ്ടത്, അത് കോടതി വിധിയും പിന്നെ 2 സംസ്ഥാനങ്ങളൊക്കെ ഓഡിറ്റൊക്കെ നടത്തിയെടുക്കേണ്ട തീരുമാനമാണ് മുല്ലപ്പെരിയാറിൻ്റെത്. അത് പട്ടാളത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പട്ടാളം റെസ്ക്യൂ ചെയ്യും, ഓപ്പറേഷൻ ചെയ്യും, ഉത്തരവ് കിട്ടും, അവർ ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മൊത്തം പട്ടാളക്കാരനെ അധിക്ഷേപിച്ചത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഉള്ള കാര്യം വരെ. പിന്നെ അവിടെ പോയി സെൽഫി എടുത്ത് കൂത്തെടുത്ത് അതൊക്കെ മേജർ രവിന്റെ ഭാഗത്ത് നിന്ന് വന്നത് തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരൻ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരന്റെ മേജർ രവി എന്ന് പറഞ്ഞ വ്യക്തി വിരമിച്ചിട്ടും ആ യൂണിഫോമിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു എക്സ് മിലിറ്ററിക്കാരൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോ ആ ഒരു വീഡിയോയില് സെൽഫി എടുത്തത് കാര്യങ്ങളെല്ലാം ചെയ്തതെല്ലാം അല്ലെങ്കിൽ മോഹൻലാലിനെ കാണുമ്പോൾ തുള്ളിച്ചാടുകയെല്ലാം അവരിന്റെ ഒരു ബ്രാൻഡാകുമ്പോൾ അവരിന്റെ ഒരു കൂട്ടത്തിൽ ഒരാളിനെ കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയതാണ്. കാരണം അവരിനെ കാണുമ്പോൾ അവർക്കൊരു ഉന്മേഷമാണ്. എന്ന് വെച്ചാൽ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ട് ചെയ്യാനുള്ളൊരു തന്നെയാണ് അവിടെ നിലവിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു വിശ്വപ്രശാന്തി ഫൗണ്ടേഷനിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ദുരന്ത ഭൂമിയിൽ എന്താ നടക്കുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ അതെങ്ങനെ സഹായിച്ച ശേഷം എങ്ങനെയാണെന്നുള്ളതൊക്കെ തെളിവോടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തു എന്നാണ് മേജർ രവീസ പറയുന്നത്. ഇപ്പോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെകുത്താന്റെ ആ ഒരു പരാമർശം എങ്ങനെയാണ് വന്നതെന്ന് തോന്നിപ്പോയി. ഇമാർ എന്തോ ചെയ്യാൻ വന്നതാ? മോഹൻലാലെ കണ്ടപ്പോ എങ്ങനെയാണ് ഓടി വരുന്നത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ? ഇവിടെ ചുമ്മാ ഈ ഫാൻസുകാർ കൂടുന്നവരെ കൂടിയേക്കുന്നു ഒരു ബറ്റാലിയൻ മൊത്തം. എന്നിട്ട് പുള്ളിയെ നടുക്ക് നിർത്തി ഫോട്ടോ, അത് നിന്ന് കൊടുക്കാൻ അണ്ണൻ. നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പട്ടാളമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. സീൻ എന്തുവാ ഇവിടെ നടന്നത്? എന്തുവാ എല്ലായിടത്തും ഓരോ തരം ഒരു രാജ്യത്തും നടക്കാത്ത കാര്യങ്ങള് അത് മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ കൊള്ളാത്ത രാജ്യങ്ങൾ ഇത് മാത്രം നടക്കത്തില്ല. പക്ഷെ ഇവിടെ അവിടെ നടക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല, എന്നാൽ വേറെ ചില കാര്യങ്ങളാണ് നടക്കുന്നത്. വേണ്ട കാര്യങ്ങളല്ല നടക്കുന്നത്. മോഹൻലാലിന് വരുമ്പോഴേ അറിയാം അതെന്തോ കുഴപ്പം പറ്റിയെന്നവിടെ. അല്ല മോഹൻലാൽ എത്തത്തില്ല അവിടെ. മോഹൻലാലിന് വരാൻ പറ്റിയ സ്ഥലമാണ് മോഹൻലാലിന് മനസ്സിലായിട്ടാണ് മോഹൻലാൽ അവിടെ പോയത്. കാരണം അതുപോലെ എല്ലാം കൈയൊഴിഞ്ഞ കേസ് പാഴുകൾ വരുന്ന ഏരിയ പോലെ തോന്നിക്കാണും. മിലിറ്ററി ഇനി അവസാനം വരാൻ നിൽക്കണ്ട. ഈ മുല്ലപ്പെരിയാർ മിലിറ്ററി എന്തെങ്കിലും പറ, പട്ടാളക്കാർ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നാളെ പാലമൊന്നും പണിയണ്ട, ആ ഡാമിനൊന്നും നോക്കാൻ പറ. ഇവിടുത്തെ മണ്ടന്മാരെ കൊണ്ട് നടക്കത്തില്ല. ഇതെല്ലാം നേരിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യൻ ഇവിടെ ചാവുമ്പോൾ രക്ഷ. കാരണം പുള്ളിക്കാരൻ വന്നതും പുള്ളിക്കാരനെ കൊണ്ട് പറഞ്ഞത് ഇതെല്ലാമാണ്. എന്താ പറയാ, ആർമിക്കാർ ഓടി വന്ന് സെൽഫി എടുത്തു, അങ്ങനെയാണ് ഇങ്ങനെ ആർമിക്കാർ മൊത്തം. ഇതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം പരാമർശമായത്. മോഹൻലാലിനൊക്കെ ചേർത്തി പറഞ്ഞത് കുട്ടന്റെ സിനിമ കാണുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോ സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തി തന്റെ സഹപ്രവർത്തനം ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേസ് കൊടുത്തത്. ആർമിന്റെ പേരിൽ ഇതേപോലെയുള്ള പരിപാടി പറഞ്ഞതിന് അതിന് വേറെ കേസ് വരുന്നുണ്ടാണ് അന്വേഷിക്കുന്ന പോലീസ് മേധാവി പറയുന്നത്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം നടന്നു. ഇപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അജു അലക്സ്, ഈ പറഞ്ഞ ചെകുത്താൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഓണർ, പുള്ളിക്കാരൻ ഇറങ്ങിയതിനു ശേഷം പുള്ളിന്റെ നിലപാട് ചോദിക്കുന്നതാണ്. എന്താണ് ആ പറഞ്ഞതിനെ കുറിച്ചുള്ള നിലപാടെന്നുള്ളത്. അതിനെക്കുറിച്ചും അജു അലക്സ് പറയുന്നത് എങ്ങനെയാണ്? അതായത് മിനിഞ്ഞാന്ന് ഒരു ഉച്ചയായപ്പോഴാണ് തിരുവല്ല CI വിളിച്ച് പറയുന്നത് ഇങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാളെ സ്റ്റേഷനിൽ ഹാജരാകണം, ഒരു 8 മണിയോടുകൂടി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കണ്ടു. പക്ഷെ അങ്ങനൊരു വാർത്ത ശരിയല്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഹാജരാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ കസ്റ്റഡിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട്. പിന്നെ തെളിവെടുപ്പിനായിട്ട് എറണാകുളം പോയി. ഈ പറഞ്ഞ പോലെ കുറച്ച് ട്രൈപോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിൽ വരുന്നു. സ്റ്റേഷൻ ജാമ്യം തന്ന് വിട്ടിരിക്കുകയാണിപ്പോൾ. ഈ CI അങ്ങനെ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞിരുന്നത് സ്റ്റേഷൻ ജാമ്യത്തിനുള്ള കേസാണ്. അപ്പോൾ അങ്ങനെ അതറിഞ്ഞ് അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്. സ്റ്റേഷനിൽ നിർത്തിയ സമയത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ഹൃദ്രോഗത്തിനുള്ള മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ മരുന്ന് എനിക്ക് എൻ്റെ റൂമിലുണ്ടാകുന്നു. പുള്ളിന്റെ സ്റ്റേറ്റ്മെന്റ് പുള്ളി ഉറച്ചു നിൽക്കണം. കാരണം അവിടെ വന്നിരിക്കുന്ന ഇത് ഈ ഒരു അഭിപ്രായം ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾക്ക് മാത്രമല്ല മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഇത് തന്നെയാണ്. മറ്റേ ഈ ഒരു അഭിപ്രായം ഉണ്ട്. കാരണം നെഗറ്റീവുകൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പക്ഷെ അഭിപ്രായങ്ങൾ സഭ്യമായിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ
പൊട്ടം മണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ ആളൊരു ലഫ്റ്റനന്റ് കേണൽ എന്നിലുപരി ഒരു നടനും കൂടിയാണ്. നടനും പിന്നെ ഒരു സമൂഹത്തിലെ എല്ലാവരും ആവുന്ന. അപ്പൊ അവർക്കൊരു തരത്തിലുള്ള മോശം പ്രവൃത്തി അല്ലെങ്കിൽ മോശം ഒരു ഇത് ഉണ്ടാക്കേണ്ട സിറ്റുവേഷനിൽ പറയുന്ന വാക്കുകൾ, കാരണം സഭ്യമായിട്ടുള്ള ലെവലിൽ നമ്മൾ സംസാരിച്ച ഒരു കുഴപ്പമില്ല, വിമർശിക്കാം, എല്ലാം ചെയ്യാം, സഭ്യമായിട്ടുള്ള ഭാഷയിൽ മാത്രം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ആറാട്ടാനെതിരെ കേസ് കൊടുത്ത് പിന്നെ എഴുതി കൊടുത്തിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മാപ്പ് പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ അവിടെ സ്റ്റേഷനിൽ വിട്ടാക്കിയത്. ഇങ്ങനെയുള്ള നടീ നടന്മാരിനെ കുറിച്ച് പരാമർശങ്ങൾ നടത്തിയതിന്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ചെകുത്താന്റെ പേരിലും വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പട്ടാളക്കാരനെ മൊത്തത്തിൽ ഒരു ഇതാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വേറെ ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, സഭ്യമായിട്ടുള്ള ലെവലിൽ നമ്മൾ വിമർശിക്കാൻ പഠിക്കുക. പിന്നെ എല്ലാം ഓരോ പേഴ്സണാണ്, ഓരോ ഇൻസിഡന്റ് വന്നുകൊണ്ടേയിരിക്കും, പൊക്കോണ്ടേയിരിക്കും. പക്ഷെ നമ്മളാണ് നമ്മുടെ നാക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. പുള്ളിക്കാരൻ്റെ അമ്മയും ഉറച്ച നിലപാട് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പക്ഷെ അവിടെ ചെല്ലാനുള്ള കാരണം അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് ചെല്ലാനുള്ള കാരണം ഇതാണ്. കാരണം ആർമിയിലോട്ട് ആകർഷിക്കാൻ, ആൾക്കാരിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഓരോരോ ബ്രാൻഡ് അംബാസിഡർമാരുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ആൾക്കാരിന് പദവി കൊടുത്തതെന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മുടെ MS ധോണി, അങ്ങനെയുള്ള ആൾക്കാരിനെ പോലെ നമുക്കൊരു പദവി കൊടുത്തൊരു ബ്രാൻഡ് അംബാസിഡർ എന്ന് വെച്ചാൽ അതൊക്കെ ഒരു ആകർഷണം. എന്ന് വെച്ചാൽ ആർമി എന്ന് പറഞ്ഞ ഒരു ഇതിലോട്ട്, ദേശസ്നേഹം എന്ന് പറഞ്ഞ ഇതിലോട്ട് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ കൊടുക്കുന്ന ഓരോ പദവികളാണ് ഇത് ലഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞത്. അല്ലാതെ യുദ്ധം ചെയ്യാൻ പോകാനോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ആഴത്തിലോട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതാണ് മെയിൻ ചുരുക്കത്തിൽ. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അവിടെയുള്ള പ്രവർത്തകർക്ക് ഒരു ഉന്മേഷം, ഒരു ഒരു ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടാണ് ലാലേട്ടനോട് വന്നത്. പിന്നെ സെൽഫി എടുക്കണം, അതെല്ലാം സ്വാഭാവികമായിട്ടൊരു കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദുരന്ത ഭൂമിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം, കാരണം ഇവര് അവിടെ വന്ന് പോയി എന്നുള്ളത് ഒരു എവിഡൻസിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. പക്ഷെ എന്ന് തന്നെ വിമർശിക്കാം, സത്യമായിട്ടുള്ള ഭാഷയാണ്.